പോലീസ് തലപ്പത്ത് ഇനി റവാഡ ചന്ദ്രശേഖർ IPS DGP ആയി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തയായി ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള പോലീസ് ആസ്ഥാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നായ കേരളത്തിന്റെ പോലീസ് സേനയെ കൂടുതൽ മികവുകളിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. ആ രീതിയിൽ സർക്കാരിന്റെ മികച്ച പിന്തുണയോടുകൂടി സർക്കാരിന്റെ പോലീസിംഗ് നയം ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് റവാഡ ചന്ദ്രശേഖർ IPSനെ DGP ആയി സംസ്ഥാന സർക്കാർ നിയമിച്ചതും. നമുക്കറിയാം 6 പേരുടെ പട്ടികയാണ്, സീനിയോറിറ്റി അനുസരിച്ച് 6 പേരുടെ പട്ടികയാണ് സംസ്ഥാന സർക്കാർ നേരത്തെ UPSCക്ക് കൈമാറിയിരുന്നത്. അതിൽ നിന്ന് സീനിയോറിറ്റി പരിഗണിച്ച് 3 പേരുടെ ലിസ്റ്റ് UPSC സംസ്ഥാന സർക്കാരിന് തിരിച്ചു നൽകുകയായിരുന്നു. അതിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. അതാണ് രാജ്യത്തെ നിയമം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് അത്തരത്തിൽ UPSCയുടെ നിർദ്ദേശപ്രകാരം UPSC നൽകുന്ന ലിസ്റ്റിൽ നിന്ന് പോലീസ് മേധാവിയെ നിയമിക്കേണ്ടത്. അത് 2006 പ്രകാശ് സിംഗ് കേസുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് സുപ്രീം കോടതി പോകുന്നത്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും UPSCയുമായി കണക്ട് ചെയ്യാറില്ല. പകരം അവർ സ്വന്തം നിലയ്ക്കാണ് DGP നിയമിക്കാറുള്ളത്. ആ സംസ്ഥാനങ്ങൾ അവരുടെ പോലീസ് നിയമത്തിൽ മാറ്റം വരുത്തിയതിനു ശേഷമാണ് അത്തരത്തിൽ നടപടിയിലേക്ക് അവർ പോയത്. അത് മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശ് അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് സ്വന്തം നിലയ്ക്ക് DGPയെ നിയമിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സുപ്രീം കോടതി വിധി അനുസരിച്ച്, സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് UPSCക്ക് ലിസ്റ്റ് നൽകി അവർ നൽകുന്ന പേരുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ DGPയെ നമ്മൾ കാലാകാലങ്ങളായി നിയമിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരുടെ പട്ടിക UPSC നമുക്ക് തിരികെ നൽകിയത്. 6 പേരുടെ ഏറ്റവും സീനിയോറിറ്റിയുള്ള 30 വർഷത്തിന് മേൽ സീനിയോറിറ്റിയുള്ള 6 പേരുടെ ലിസ്റ്റാണ് സാധാരണഗതിയിൽ നൽകാറുള്ളത്. ഇത്തവണയും ആ 6 പേരുടെ ലിസ്റ്റ് നൽകി. അതിലാണ് 1991 ബാച്ചുകാരനായ റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന്. കമലേഷ്, റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അധികാര ബാറ്റൺ ADGP H വെങ്കടേഷ് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഇനി എനിക്ക് തോന്നുന്നത് പോലീസ് ആസ്ഥാനത്തെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കും, ആദരമർപ്പിക്കും. അങ്ങനെയാണ് അടുത്ത പരിപാടി എന്ന് തോന്നുന്നു. തീർച്ചയായും മനു, ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം ഈ അധികാരത്തിൻ്റെ ദണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിൽ നിന്നാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. DGPയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൽ നിന്നും ഈ അധികാരത്തിൻ്റെ ദണ്ട് ബാറ്റൺ ഏറ്റുവാങ്ങി അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങും. ഇപ്പോൾ ഓഫീസിനകത്താണ് ഉള്ളത്. അല്പസമയത്തിനകം പുറത്തിറങ്ങിയതിന് ശേഷം ഇവിടെ പോലീസ് ആസ്ഥാനത്തെ തന്നെ ധീരസ്മൃതി ഭൂമിയിൽ എത്തി പുഷ്പചക്രം അർപ്പിച്ച് അവിടെ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരിക. അതിനുശേഷം വീണ്ടും ഈ തൊട്ടിപ്പുറത്ത് സജ്ജമാക്കിയിട്ടുള്ള ഒരു ഗാർഡ് ഓഫ് ഓണർ കൂടിയുണ്ട്. അത് സ്വീകരിക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ മാധ്യമപ്രവർത്തകരെ കണ്ടതിന് ശേഷം ഈ ചടങ്ങുകളെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാ അവലോകന യോഗമാണ് അദ്ദേഹത്തിൻ്റെ അതായത് സംസ്ഥാന പോലീസ് മേധാവി എന്നുള്ള നിലയിലുള്ള ആദ്യ ഔദ്യോഗിക പരിപാടി എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂരിലാണ് ആ പരിപാടി നടക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ അദ്ദേഹം ഈ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ധീരസ്മൃതി ഭൂമിയിൽ എത്തി പുഷ്പചക്രം അർപ്പിക്കും. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമായിരിക്കും ഈ ഔദ്യോഗികമായ ഈ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങുകളെല്ലാം പൂർത്തിയാവുക. മനു, തീർച്ചയായും ഇപ്പോൾ അദ്ദേഹം ഈ പുഷ്പചക്രം അർപ്പിക്കാൻ വേണ്ടി സ്മൃതി കുടീരത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണല്ലേ കമലേഷ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിയല്ലേ? തീർച്ചയായും ഇപ്പോൾ അദ്ദേഹം ഈ സ്മൃതി ഭൂമിയിൽ, അതായത് ധീരസ്മൃതി ഭൂമിയിലേക്ക് എത്തുകയാണ്. ഇവിടെ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുക. അത് അവസാനത്തെ ചടങ്ങാണ്. ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചടങ്ങാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ സജ്ജമായിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഉദ്യോഗസ്ഥർ സജ്ജരാണ്. അദ്ദേഹം ഈ സ്മൃതി ഭൂമിയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ ഈ പുഷ്പചക്രം അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്.
അതിനുശേഷമാണ് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക. ഇനിയിപ്പോൾ ഔദ്യോഗികമായ മറ്റു കൂടുതൽ ചടങ്ങുകളില്ല. ഇവിടെ പുഷ്പചക്രം അർപ്പിക്കുക, ധീരസ്മൃതി ഭൂമിയിൽ പുഷ്പചക്രം അർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷം അദ്ദേഹം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കും. ഇപ്പോൾ ആ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് മനു. തീർച്ചയായും